ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ അധ്വാനിച്ച് ജീവിക്കാൻ, ജോലി ചെയ്ത് ജീവിക്കാൻ തീരുമാനിക്കുന്നവനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ഇവിടെ ഉണ്ടാവണം. എന്ത് ജോലിയാണെങ്കിലും അവർക്ക് തൊഴിലവസരങ്ങൾ തുറന്നു വെക്കാൻ കഴിയണം. ജോലിയുടെ സാധ്യതകൾ തുറന്നു കൊടുക്കുക. അതോടൊപ്പം തന്നെ ജോലി ചെയ്ത് ജീവിക്കുന്നവൻ എന്ത് ചെയ്യുക, പിന്തുണയ്ക്കുക. അത് നമ്മൾ പരസ്പരം ചെയ്യേണ്ട വലിയൊരു ബാധ്യതയാണ്. ഒരു ഓട്ടോ ഡ്രൈവർ ഒരു ഓട്ടോ എടുത്തുകൊണ്ട് റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവനൊരു ഓട്ടം കൊടുക്കാൻ കഴിയണമെങ്കിൽ കൊടുക്കുക. ഓട്ടമായി കൊടുത്ത് നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് അവനോട് വില പൈസ, അവൻ ജീവിക്കാൻ വേണ്ടി ഓട്ടോയിട്ടിരിക്കുന്നതാണ്. ആ ഓട്ടോയിൽ 40 രൂപ പറയുമ്പോൾ 50 രൂപ കൊടുത്തിട്ട് ബാക്കി 10 ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അയാൾ ജീവിക്കാൻ വേണ്ടി അയാളത് കൊണ്ടുപോയി എന്താ ചെയ്യുന്നത്? മിക്കവാറും 99% കുടുംബത്തിന് വേണ്ടി, കുറച്ചു പേര് കല്ല് കുടിക്കാൻ വേണ്ടിയിട്ടുമായിരിക്കാം. ആയിക്കോട്ടെ. എന്നാൽ കൂടുതൽ ആൾക്കാരും വീട്ടിലെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് തന്നെയാണ് ഈ ജോലിക്ക് ഇറങ്ങുന്നത്. അവൻ്റെ പിന്നെ വില പേശിയിട്ട് 30 രൂപ ഉള്ളൂ, സാധാരണ ഞാൻ 25 കൊടുക്കാറ്, നിനക്കൊരു 5 രൂപ. അവന്റെ അവകാശം ചോദിക്കുമ്പോൾ അതിൽ വില പേശിയിട്ട് കുറയ്ക്കാൻ നിൽക്കുന്ന പരിപാടി ഉണ്ടല്ലോ. എന്നിട്ട് വല്ലവനെ മോളെ കെട്ടിക്കുമ്പോൾ സ്ത്രീധന തുകയിൽ പങ്കുപറ്റാൻ വേണ്ടി 500 അവിടെ മുടക്കും. ഒരുത്തും വലിയ ആഡംബര കെട്ടിടം അവിടെ കെട്ടിപ്പൊക്കുമ്പോൾ പാല് കാച്ചെന്ന് പറഞ്ഞ് പരിപാടി നടത്തുമ്പോൾ അവിടെ കൊണ്ട് 500 അവിടെയും മുടക്കും. അവന്റെ പണം കൊണ്ട് അവൻ വീടുണ്ടാക്കി. അവന്റെ പണം ഉള്ളതുകൊണ്ട് അവന് മോളെ സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചു. നിന്റെ സഹായം ആരാ ചോദിച്ചത്? ഒരുത്തൻ ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അവന്റെ പോയി വില പേശുന്ന ഒരു സംസ്കാരം. അതാണ് നമ്മൾ മാറ്റേണ്ടത്. ജീവിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവനെ സഹായിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാവണം. അവനെ പിന്തുണയ്ക്കാൻ വെറുപ്പിക്കരുത്, ആരെയും വെറുപ്പിക്കരുത്. അധ്വാനിക്കുന്നവന് കൂലി കൊടുക്കാനും കൂടി അതൊരു പ്രോത്സാഹനമാണ്, അവർക്ക് ജീവിക്കാനുള്ള ഒരു പ്രോത്സാഹനം. പ്രത്യേകിച്ച് വലിയ സാമ്പത്തിക മാന്ദ്യം നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം തരം താഴ്ന്ന വിലപേശലുകൾ നമ്മൾ നടത്താൻ പാടില്ല. ജോലി ചെയ്യുന്നവന് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു അന്തരീക്ഷം കൂടി സൃഷ്ടിക്കുന്നത് വിശ്വാസികളുടെ ബാധ്യതയാണ്.